വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ എത്തി ഗൈസ്. കിജൂസ് ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം. അതാണ് ഒരു മിനിറ്റ് ഗൈസ്, ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ സോറി ഗൈസ്, താഴെ വന്നതാണ് കേട്ടോ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതായത് ഈ കൈവെക്കാൻ സ്ഥലമില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ചോറുന്നത് എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളന്ന് സ്കൂളിൽ പോയത് നിങ്ങൾ ഷോർട്സ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും, അതാളൊന്നും കണ്ടിട്ടില്ല അത്ര. അപ്പോൾ ശരി, നമുക്ക് നേരെ കാണാം. എൻ്റെ ബോളിംഗ് പ്രാക്ടീസ് കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബോളിംഗ് ടിപ്സിലെടുക്കുന്ന ബോളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെറുതെ ക്യാച്ചിന് ക്യാമറ ബാക്കോട്ട് ഇല്ല, ഞാൻ വെറുതെ നിങ്ങളിലേക്ക് ജനൽ പൊട്ടിക്കോ വീട്ടുകാർ പ്രശ്നമുണ്ടാകുമോ ഒന്നുമില്ല, നാളെ വെറുതെ ക്യാച്ച് പിടിക്കുക തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെറുതെ അത് കളിക്കാം. ഇതാണ് ഗൈസ് എൻ്റെ പ്രശ്നം, കൈ സ്ലിപ്പായി പോകുന്നത്. ഒന്നും പറ്റിയിട്ടില്ല, ആയിരിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ആരും കണ്ടോന്നറിയില്ല, ഞാനവിടെ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്, 11:30 ആകുന്നു. വിശക്ക് നടുക്കളയിലൊന്നും കൊണ്ടുവന്ന് നോക്കാം. ഒന്നുമില്ല ഗൈസ്, ഈ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടും ഈ ജഗ് കുടിക്കുന്നവർ കമൻറ്റ് ചെയ്യണേ. 2, 3, 4, 5 ഗ്ലാസ് കൂടി ഉണ്ട്. അയ്യോ, നമ്മളുടെ കാര്യം പറയണ്ട. ഒന്നുമില്ല കൈസ് തിന്നാൻ. ഇനി ചോറാണ്. ചായ കുടിച്ച് കുറച്ച് മുമ്പാണ്, അതുകൊണ്ടിപ്പോൾ ചോറുന്നേണ്ട കാര്യമില്ല. സമയം ഇപ്പോൾ 11:30 ഞാൻ പറഞ്ഞു. അപ്പോൾ വാതിൽ വെറുതെ അടച്ചിട്ട് നിൽക്കുന്നതില്ലെന്നല്ലേ, അത് തുറന്നിട്ട് പുറത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. വൃശ്ചിക മാസം കഴിഞ്ഞിട്ടും കാറ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. വൃശ്ചിക മാസം കഴിഞ്ഞിട്ടും കാറ്റിനൊന്നും കുറവില്ല. കണ്ടില്ലേ എൻ്റെ യൂണിഫോം? വെറുതെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാം. അമ്മ ഇവിടെ കൃഷിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു കൃഷി സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? കോഴിക്കൊക്കെ സിമ്പിളായിട്ട് കയറാം, പക്ഷേ നമ്മൾ ഓടിച്ചു വിടും, കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കറിവേപ്പില മാത്രമേ കാണുന്നുണ്ടെങ്കിൽ തെറ്റി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ നട്ടിട്ടുണ്ട്, കുറേ വിത്തുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഫുട്ബോൾ കുട്ടനതാ ആടെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ആ വിത്ത് നട്ടതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് നട്ടത് കേട്ടോ. സൈക്കിളിൻ്റെ ചങ്ങലക്കും ടയറും പ്രശ്നമുണ്ട്, മാറ്റണം. സൈക്കിളൊക്കെ അവിടെ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ എൻ്റെ മൂഡൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ലീവ് ദിവസം ഭയങ്കര ബോറാണ്. നമ്മൾ പണ്ടത്തെ പിള്ളേരെ പോലെ ഫ്രണ്ട്സ്, അപ്പോൾ പണ്ടത്തെ പിള്ളേരെ പോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ലീവ് എനിക്ക് അത്ര പോരാ കേട്ടോ. ഇപ്പോൾ ലീവൊന്നും രസമില്ല. ഒരു ആശ അതിലൂടെ നടന്നു വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണുമായിരിക്കും, ഒരു പൂച്ചക്കൂട്ടൻ അതിലൂടെ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്നിട്ടാണുള്ളത്. പൂച്ചയാണോ പട്ടിയാണോ? പൂച്ചയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു വന്നാൽ ഇപ്പോൾ പറയേ, ആളൊക്കെ ഉണ്ട്, എനിക്ക് നാണം കിട്ടുന്നു. അപ്പോൾ അകത്ത് പോയി പറയാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടും. ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അതായത് ചിലർക്കായിരിക്കും, എന്നെപ്പോഴത്തെ അപൂർവ കുട്ടികൾക്കായിരിക്കും. ഇപ്പോൾ 10 ദിവസത്തെ ലീവൊന്നുമല്ല ഗൈസ്. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ട്. ആകെ ബോറടിക്കാത്തതെന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറയുമ്പോഴും പിന്നെ കളിക്കാൻ പോകുമ്പോഴൊക്കെയാണ്. പിന്നെ ഞാനിതാ ഈ ക്യാമറ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബോറില്ലാത്തത്. ബാക്കിയൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വമ്പം ബോറാണ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇച്ചിരി നേരം പഠിക്കാനും ഉണ്ട്, പിന്നെ പഠിപ്പിക്കുകയും ചെയ്യും, കളിക്കുകയും ചെയ്യും. പിന്നെ ഇൻ്റർവെൽ സമയത്തെല്ലാം നല്ല രസമാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതെടുത്ത് കാണിച്ചത് മനസ്സിലായിട്ടില്ല. ഓ ഗൈസ്, എനിക്ക് വിശന്നിട്ട് എന്തൊക്കെയാണെന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അയ്യോ, പഴുത്ത ഓറഞ്ച് എനിക്ക് ഇഷ്ടമില്ല. തക്കാളി, ഉള്ളി, മുട്ട, നാരങ്ങ,
നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, സെറ്റ്. ബോൾ കൂട്ടർ ഇതായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഇവൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവനതാ നേരെ ആ കട്ടിൻ്റെ അടിയിൽ പോയിക്കോളും. പിന്നെ അടുത്ത വീഡിയോന് വേണ്ടി ഞാൻ ആ ബോൾ നിർത്തുന്നു. അതിന് മുമ്പ് ചെറിയൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കപ്പില്ലേ, കപ്പല്ലെങ്കിൽ കുപ്പി ഏതെങ്കിലും ഒന്ന് എടുക്കണം. ഓക്കെ, അല്ലേ വേണ്ട, ഒരു ഗ്ലാസ് എടുക്കാം. ഒരു ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് വെള്ളം മുക്കണം. എന്നിട്ട് മുക്കി ഇവിടെ നിൽക്കട്ടെ. എന്നിട്ട് നമ്മൾ നേരെ പോയി ഫ്രിഡ്ജ് തുറക്കണം. എന്നിട്ട് ഈ ഗ്ലാസ് എടുക്കണം. ഇതിന് ഉള്ളോട്ട് വെച്ചെടുത്തിട്ട് അവർ പറയണ്ട, ഇനി ഇത്ര വേണ്ട. ഓക്കെ, സമ്മർ സീസൺ മതി. സമ്മറൊന്നുമല്ല, ജനുവരിയാണ്. സമ്മർ ആകുന്നുണ്ട് അടുത്ത ദിവസം. എനിക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് നിൽക്കട്ടെ, കൂടുതൽ തണുപ്പാക്കണ്ട. ഓക്കെ, പിന്നെ ക്യാമറ ക്ലിയർ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ തേരാപ്പാരിങ്ങനെ നടക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു കാര്യം ഇങ്ങനെ കിടക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്, വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് അങ്ങനെ എടുത്ത് വായിക്കും. ഈ ബോൾ കൂട്ടം കട്ടിൻ്റെ അടിയിൽ പോയിട്ട് തിരിച്ചു വന്നു. ഓക്കെ, കണ്ണാടിയിൽ എന്നെ കാണാം. എൻ്റെ പൊന്നു കേസ്, ഞാനത് മണ്ടനാണെന്നറിയാമോ? പൊട്ടനില്ല, വെറുതെ ഹൈക്കോളിട്ട് കറണ്ട് ബില്ലും കൂട്ടി ഒരു കാര്യമില്ല. നേരെ വെള്ളം ഇങ്ങോട്ട് എടുക്കുക. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഓക്കെ, ഫ്രിഡ്ജ് അടച്ചോളൂ. അല്ല, ഫ്രിഡ്ജ് അടക്കണ്ട, ഐസ് കട്ടി എടുത്തിട്ടാൽ പോരെ. എന്ത് മണ്ടനാണ്. ഓക്കെ, നമുക്ക് പുറത്തേക്ക് പോവാം. എൻ്റെ പൊന്നു കേസ്, ഞാനത് മണ്ടനാണെന്നറിയാമോ? നേരെ എടുക്കുക. എന്നിട്ട് നേരെ ഐസ് പൊട്ടിച്ചിനകത്തിട്ട് തണുപ്പാക്കിയാൽ പോരെ. ഐസ് എങ്ങനെ എടുക്കും? പണ്ടൊക്കെ പറയുമ്പോൾ അമ്മ എടുക്കാൻ വേണ്ടി എത്ര എടുത്തിട്ടുണ്ടെന്നറിയോ? എൻ്റെ അമ്മ കിട്ടി. പണ്ടത്തെ ഐസ് പോലെ അല്ല കേട്ടോ ഇപ്പോഴത്തെ ഐസ്. ഒന്നും കൂടി പരിപാടി. രാമോ, ഇത് കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, ഇത് എടുക്കട്ടെ. ഇത് കിട്ടുന്നില്ല. കഷ്ടപ്പെട്ടൊന്നും എടുത്തിട്ടുണ്ട്, അതും കൂടി ഇടാം. എന്നിട്ട് ഇതെടുക്കാത്തു നമുക്ക് ഉണ്ടാക്കുന്നതിനിടയിൽ കിടക്കാം. അത് അറിയട്ടെ. അപ്പം നമ്മൾ നാരങ്ങ എടുക്കട്ടെ. ഒറ്റപ്പാടാണ് പ്ലാസ്റ്റിക്, കട്ടിയില്ല പ്ലാസ്റ്റിക്. നല്ല കേട് നാരങ്ങ എടുത്തിട്ടുണ്ടോ? നല്ല അടിപൊളി സാധനം കട്ടി മുറിക്കാം. ഞാനിത് ഉണ്ടാക്കിയ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. കാണുന്നുണ്ടോ? ജഗ് എടുത്ത് മാറ്റാം. ഞാൻ ഈ ജഗ്ഗിന്ന് വെള്ളം എടുത്താൽ പോലെയാണ്. വെറുതെ നേരത്തെ എടുത്തേ അതിൻ്റെ അകത്തുനിന്ന്. പക്ഷേ ഇങ്ങനൊരു പൊട്ടൻ ലോകത്തുണ്ടാവില്ല. വെറുതെ കൈ മുറിക്കണോ? വേണ്ട. നാരങ്ങ ഇതിൻ്റെ അകത്തോട്ട് പിഴിയാം. പഞ്ചസാര എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ പിഴിഞ്ഞൊന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. പക്ഷേ ആക്കും. ഇടമായി ഉണ്ടാക്കി നോക്കാം. ഞാൻ വളമ്പം തന്നെയാണ്. രണ്ടും പിഴിയാം. നമ്മളിതിനകത്ത് ഞാനൊക്കെ പിഴിയാന്ന് പറഞ്ഞ ശീലമൊന്നുമില്ല കേട്ടോ. പിഴിയാം. ഓക്കെ, ഇതൊന്ന് പിഴിയട്ടെ. പിയട്ടെ. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂടിപ്പോയോന്ന് ഡൗട്ടുണ്ട്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അയ്യോ, മിക്സ് ചെയ്യുമ്പോൾ വീഴുമോന്ന് ഡൗട്ടുണ്ട്.
പിന്നെ പത്രമില്ല, പ്രശ്നമില്ല. ഇപ്പം നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. ഓ, നമ്മളൊരു കുക്കറും കൂടിയായി. ഇനി വീട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അടിയും. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഊള നാരങ്ങ വെള്ളം. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് തണുപ്പുണ്ട്. വലിയ എളുപ്പമൊന്നുമില്ല, എന്നാലും അടിപൊളിയാണ്. കുടിച്ചു നോക്കാം. ഞാനൊക്കെ ഉണ്ട്, പഞ്ചസാര അത്ര അലിഞ്ഞിട്ടില്ല. അടിപൊളി സാധനമാണ്. കുടിക്കാം, വായിലൊക്കാം. ഒരുപാട് ഛർദ്ദിക്കുന്ന ടേസ്റ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് കാര്യമായിട്ടില്ലെങ്കിൽ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഇപ്പോഴും വിശക്കുന്നു. ആ നാരങ്ങ വെള്ളം ഞാൻ 11:30 ചേടാ 30 അത്രയും മറന്നുപോയി. ഇപ്പോൾ സമയം നോക്കാൻ അറിയില്ല. കിക്കി. അപ്പോൾ 11:30 കുടിച്ച് നാരങ്ങ വെള്ളം കുടിച്ചാണ്. ഇപ്പോൾ 11:50 എനിക്ക് വിശക്കുന്നു. അപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചോറ് ഇന്നലെ തന്നെ നിർത്തി. ഇതൊന്ന് സൂമാവുന്നു. തന്നെ നമ്മൾ എൻ്റെ പ്ലേറ്റ് എടുക്കാം. നല്ല പ്ലേറ്റാണിത്. ഓക്കെ, ഇത് രാവിലെ വടിച്ചു വെച്ചാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഇതിനകത്ത് തന്നെയാണ് ചായയും കുടിച്ചത്. ചോറെന്ത് കറി നോക്കാം. ഇതെടുത്ത് ഇവിടെ കൊണ്ടേക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഇവിടെയാണ് ചോറുള്ളത്. ഓക്കെ, ചോറെടുക്കണമെങ്കിൽ ആ ലൈറ്റ് ലൈറ്റ് പോയി. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ചോറെടുക്കുക തന്നെ പറയുന്നത്. അമ്മയൊക്കെ ജോലിക്ക് പോയി, അച്ഛനും പോയി. ഈ കലം പൊട്ടിയാൽ തീർന്ന്. അയ്യോ ഇതെന്നാ ഒറ്റ ഇടുന്നതാ. വെറുതെ ഒന്ന് തട്ടിയതോ? ഇത്ര കിട്ടി, അത് മതി. നമ്മൾ ചോറൊന്നും ഓവറ് തിന്ന് വയറൊക്കെ നിറച്ചാൽ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയി ഫുള്ള് പോളാണ്. ഉറക്കം വരും. എല്ലാവർക്കും കുറച്ച് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. രാവിലെ നല്ലോണം കഴിക്കണം. ഓക്കെ, കറി ഇവിടെയാണ്. കറി എടുത്ത് അവിടെ കൊണ്ടുപോകാം. ചോറ് ഇവിടെ ഇരിക്കട്ടെ. അവിടെ പല്ലിയൊക്കെ ഉള്ളതാണ്, പെട്ടെന്ന് പോവുക. കറി രാവിലത്തെ കടിയുടെയാണ്. ശരി, വീകൂല. വീട്ടില്ല. ഓക്കെ, ഇനി ക്യാബേജ് വറവ്. നമ്മളിതിലൊക്കെ കുറച്ചായിട്ട് അങ്ങ് എടുക്കുകയാണ്. കറിയുടെ പേരെനിക്കറിയില്ല. കായ്ക്കറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കായ്ക്കറിയും ക്യാബേജ് വറവും. മീനൊന്നുമില്ല, മീൻ ഇന്നലെ ഉണ്ടായിരുന്നു. മത്തിയല്ല, എന്തോ കഷ്ണ മീനാണ്. പുളിശ്ശേരി ഉണ്ടാകുന്നെങ്കിൽ വേണ്ടി. ഓക്കെ, നമ്മൾ വാതിലടക്കാം. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. കുറ്റി ഇട്ടു. അയ്യോ, കറി അടച്ചു വെച്ചോ. ഞാൻ എന്നോടൊന്ന് പറയാണ് അടച്ചു വെക്കാൻ. എന്നാണ് നമ്മുടെ മെയിൻ സാധനം ക്യാബേജ് വറവ്. ഇതാണ് എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം. കറി എടുത്ത കൂടിപ്പോയി, പ്രശ്നമില്ല. നല്ല അടിപൊളി കാബേജ് വറവ്. കോഴീനെയൊക്കെ ഇടുന്ന ആക്രമണ സ്വഭാവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തിന്നാം. പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഒറ്റ ഉരുള ഞാൻ തിന്ന് കാണിച്ചു തരാം. കൈ കഴുകട്ടെ. അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചോറെങ്ങാനും നീ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ഇളക്കിയിട്ട് എടുക്കണമെന്ന്. ഇളക്കാണ്ട് എടുത്തിട്ട് കണ്ടില്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ വെള്ളങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല കാബേജ് വറവ്. ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസാണ്. എന്തൊരു കഷ്ടമാണ് ഇത്. ഇതിൻ്റെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇതിങ്ങനെ നല്ല രീതിക്ക് കുറച്ചും കൂടെ വേണം ക്യാബേജ് വറവ് എടുത്തിട്ട്. നല്ല ഒച്ച വരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്കാണ്, പക്ഷെ ഞാൻ തിന്നു. ഇങ്ങനെ എടുത്തിട്ട്
അപ്പം ഞാൻ തിന്നിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ രാത്രിയായി പോയി കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. സീനൊന്നുമില്ല, നിങ്ങൾക്ക് സീനുണ്ടെങ്കിൽ പറയണം കേട്ടോ, കാരണം ഇരുട്ടിക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ എനിക്ക് ഒരു 6 മണി 7 മണി എന്നാൽ നമുക്ക് നേരെ ഒരു പഴം തിന്നാം. ഓക്കെ, നേന്ത്രപ്പഴം തിന്നാം ഗൈസ്. എഴുന്നേറ്റ് എന്നെ പോലത്തെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആകെ എത്ര ഉള്ളൂ കേട്ടോ, നോക്കിയാൽ എത്ര ഉള്ളൂ നോക്കിയാൽ. ഡിംപിൾസ് തിന്നട്ടെ. ഇതാണ് എൻ്റെ ഒരു ദിവസം. ഇനി ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് അറിയാലോ. ചേട്ടാ ബൈ ബൈ.